കേരള പോലീസ് അസോസിയേഷൻ പ്രതിനിധിയാണ് വി പ്രദീപൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ പ്രദീപൻ, ജെയ്സൺ അലക്സിന്റെ മരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം ജോലി സമ്മർദ്ദം കാരണമാണ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു ആ ബില്ല് ഒപ്പിട്ട് നൽകിയാൽ എന്താകും തന്റെ അവസ്ഥ എന്ന്. കാരണം ഒരു ക്രമക്കേട് അദ്ദേഹത്തിന് ബോധ്യമായി, ഈ ഉപകരണങ്ങൾ കൊണ്ട് പ്രയോജനമില്ല എന്ന് ബോധ്യമായി. പക്ഷേ അത് തുറന്നു പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഉദ്യോഗസ്ഥരെ അറിയിച്ചാലും അദ്ദേഹത്തിന് സമ്മർദ്ദം വരും ഒപ്പിട്ട് കൊടുക്കുന്നതിന് വേണ്ടി. അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞ കാര്യമല്ലേ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ജോലി ഭാരം, ജോലി സമ്മർദ്ദം, ഇത് രണ്ടും കാരണം പോലീസ് ഉദ്യോഗസ്ഥരുടെ പോലും ആത്മഹത്യകൾ പതിവാവുകയാണല്ലോ ഇപ്പോൾ. എങ്ങനെ തടയാൻ കഴിയും? നിങ്ങൾ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിനകത്ത് പോലീസ് സംഘടന തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ ഒരു കേസെടുത്തപ്പോൾ പോലീസ് സംഘടനകൾ KPAയും KPOയെയും നമുക്ക് പറയാനുള്ള നിർദ്ദേശങ്ങളെല്ലാം മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ മനുഷ്യാവകാശ കമ്മീഷന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് പോലീസ് സംഘടന ഉന്നയിച്ച വിഷയങ്ങളിലെ കാതലായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നൊരു കാഴ്ചപ്പാട് അതിന്റെ ഉത്തരവിന്റെ ഭാഗമായിട്ട്, അന്തിമ ഉത്തരവിന്റെ ഭാഗമായിട്ട് പറഞ്ഞു പോവുകയും അത് ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിൽ നടപ്പാക്കാൻ സാധ്യമാകുന്ന മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അത് ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തു പോയൊരു സാഹചര്യം കൂടിയുണ്ട്. പോലീസിനകത്ത് ഡ്യൂട്ടി അനിശ്ചിതത്വം എന്ന് പറയുന്നത് തന്നെയാണ് പോലീസിന്റെ ഏറ്റവും വലിയ സമ്മർദ്ദം എന്ന് പറയുന്നത്. അതിനകത്തൊക്കെ ഓരോ ഘട്ടങ്ങളിലും കേരള പോലീസ് സംഘടന ഇത്തരം അനിശ്ചിതത്വമായ ഡ്യൂട്ടി സാഹചര്യങ്ങൾ പരിഹരിച്ചു പോകുന്നതിന് വലിയ ഇടപെടൽ നടത്തിപ്പോയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും എല്ലാം അതിനകത്ത് സംഘടന ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് ചേർന്ന് തന്നെയാണ് നിന്നു പോകുന്നത്. ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അപകടത്തിൽപ്പെട്ടാൽ മുൻകാലങ്ങളിൽ അതൊരു പക്ഷേ ആ കുടുംബം, അദ്ദേഹമോ അദ്ദേഹത്തിന്റെ കുടുംബമോ വഹിക്കേണ്ടുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അപകടത്തിൽ പരിക്കേൽക്കപ്പെട്ടാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഴുവൻ ചികിത്സാ ചെലവും വെൽഫെയർ ബ്യൂറോ സംവിധാനം വഴി കൊടുക്കുന്ന രീതിയിലേക്കടക്കം വലിയ മാറ്റം ഈ മേഖലക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസിനകത്തെ അംഗസംഖ്യ വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കഴിഞ്ഞ 8-9 വർഷം കൊണ്ട് കേരളത്തിലെ പോലീസിനകത്ത് പുതുതായി സൃഷ്ടിക്കപ്പെട്ട അംഗസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 6800ഓളമാണ്. പക്ഷെ അത് പൂർണ്ണമാണ്, നമുക്കതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ഡ്യൂട്ടി സാഹചര്യങ്ങൾ തൃപ്തികരമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. നല്ല മെച്ചപ്പെടലുകൾ ആ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും അടിസ്ഥാനപരമായിട്ടുള്ള പോലീസ് സ്റ്റേഷനകത്തെ അംഗസംഖ്യ വർദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിലും കേരള പോലീസ് സംഘടന. ശരി, പക്ഷേ ശ്രീ പ്രദീപൻ, ഇവിടെ ജെയ്സൺ അലക്സിന്റെ മരണം ഇതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. അദ്ദേഹത്തിന് പോലീസിലെ ഒരു അഴിമതിക്ക് കൂട്ട് നിൽക്കാത്തതിന് ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ്. ജോലി സമ്മർദ്ദം എന്ന് അതിനെ പറയാം, ജോലി ഭാരമല്ലാതെ. അപ്പോൾ അത് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലല്ലോ. ഈ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാനാണ്? ഏതൊരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്വാഭാവികമായിട്ടും അങ്ങിപ്പോൾ സൂചിപ്പിച്ച മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അത് അത്തരം വിഷയങ്ങളിൽ ഒരു അന്വേഷണ ഘട്ടത്തിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് കമന്റ് പറയുന്നതിന് ചില പ്രയാസങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ ആത്മഹത്യകൾ വരുമ്പോൾ അന്വേഷണം നടക്കാറുള്ളതല്ലേ? പക്ഷേ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താറും അതിനൊരു പ്രതിവിധിയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ യോഗ, കൗൺസിലിംഗ് ഇതൊക്കെ വേണമെന്ന് പറയുകയും അതൊക്കെ നടപ്പിലാക്കുകയും ചെയ്യും. അതല്ലാതെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് പോകാറുണ്ടോ? അങ്ങനെ പോകാത്തത് കൊണ്ടല്ലേ ഇത് ആത്മഹത്യകൾ കൂടുന്നതും. ജോലിഭാരം ശരി, അത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, താങ്കൾ പറഞ്ഞത് ശരി. ജോലിഭാരത്തിനും അപ്പുറം കാര്യങ്ങൾ സംഭവിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും പോലീസിനകത്തുള്ള സമ്മർദ്ദങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ ഈ സൂചിപ്പിച്ച പോലുള്ള സമ്മർദ്ദങ്ങളെല്ലാം പരിഹരിക്കാനും തുറന്ന് സംവദിക്കാനും പോലീസിനകത്ത് കൃത്യമായിട്ട് ഇടപെടലുകളിൽ മേലുദ്യോഗസ്ഥരുമായി സംവദിക്കാൻ സ്റ്റാഫ് കൗൺസിൽ ചേർന്ന് പോകുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ഉന്നയിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ തന്നെയാണ് വന്നു പോകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകമായിട്ട് ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനകത്ത് അന്വേഷണാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു കമന്റ് പറയുന്നതിന് പ്രയാസമുണ്ടെന്ന് സൂചിപ്പിക്കുക. ശരി ശരി ശ്രീ ഓക്കെ, ശരി പ്രദീപൻ. വിനോദ്, ഇപ്പോൾ ഈ ജെയ്സൺ അലക്സിന്റെ മരണം ഇത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് കൊണ്ട് കൂടി ഇത് ഒരു അന്വേഷണം വന്നിരിക്കുകയാണ്. പക്ഷേ കുടുംബം പറയുന്ന കാര്യങ്ങൾ അത് ഒരു സംശയത്തിനും ഇട നൽകുന്നതല്ലല്ലോ. അദ്ദേഹം കുടുംബവുമായി പങ്കുവെച്ചിട്ടുള്ള കാര്യമാണ് അമ്മ നമ്മളോട് പറഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റു രീതിയിലുള്ള ഈ ജോലിഭാരമോ അങ്ങനെയുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലായിരുന്നു. ലോ ആൻഡ് ഓർഡറിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോലി ഭാരം അതിൽ വരുന്നില്ല. പക്ഷേ ഈ ഒരൊറ്റ കാരണം, അത് കുടുംബം പറഞ്ഞത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്നതാണല്ലോ. മഞ്ജുഷ്, നമ്മൾ കൃത്യമായി പറയാം, പോലീസിംഗിൽ നടക്കുന്നത് ഈ ഉദ്യോഗസ്ഥ മേലാളത്വമാണ്. മുകളിലുള്ള ആളുകൾ
റാങ്ക് ഉയർന്ന ആളുകൾ താഴേക്കുള്ള ആളുകളുടെ തലയിൽ ഓരോ ഉത്തരവാദിത്തം കെട്ടിവെക്കുകയാണ്. അവർക്ക് അറിയാം, അതിന്റെ അപകടം അറിയാം. അത് ഇതിൽ മാത്രമല്ല, ഒരു എഫ്ഐആറിൽ ഒപ്പിടുന്നത് പോലും അല്ലെങ്കിൽ കേസ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുന്നത് പോലും ഇത്തരത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിന്ന് താഴേക്കിടയിലെ ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് കാര്യങ്ങൾ കെട്ടിവെക്കുക എന്നൊരു ഏർപ്പാട് അത് ഇപ്പോൾ തുടങ്ങിയതല്ല. നമ്മൾ പോലീസിംഗിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം, താഴോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇതിന്റെ ഉത്തരവാദിത്തം എടുത്തു വെക്കുക. ജെയ്സന്റെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. ജെയ്സന്റെ ഒപ്പുകൾ ആവശ്യമുള്ള സാഹചര്യമുണ്ട്. അവിടെയാണ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ സമ്മർദ്ദത്തിലാകുന്നത്. ഈ ഉദ്യോഗസ്ഥനെ നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ്. ടെലികമ്മ്യൂണിക്കേഷന്റെ ഓഫീസ് പട്ടത്താണ്. അവിടെ നിന്നുള്ള ആൾക്കാരെയാണ് ഇങ്ങനെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെയും നിയോഗിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നത് മറ്റ് പോലീസുകാരുമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് കാര്യമാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഈ ആത്മഹത്യ നടക്കുന്ന സമയത്ത് തന്നെ ചില പോലീസുകാർ ഈ വാർത്ത പരമാവധി മൂടി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. മാത്രമല്ല, അവിടേക്ക് എത്താതിരിക്കാനുള്ള അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായി എന്ന് ഗുരുതരമായ കാര്യമാണ് വിനോദ്.